Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ മൊഡ്യൂൾ 2-ൽ വരുന്ന ടോപ്പിക്കാണ് മെമ്മറി ഹയറാർക്കി ടെക്നോളജി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഹയറാർക്കിക്കൽ മെമ്മറി ടെക്നോളജി. ഒരു കമ്പ്യൂട്ടർ എടുക്കുമ്പോൾ എന്തുണ്ട്, അതിൽ സ്റ്റോറേജ് ഡിവൈസുകൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റോറേജ് ഡിവൈസസിനൊക്കെ ഒരു ഹൈറാർക്കി ഓഫ് ലെയേഴ്സ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. ഇൻ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ദി മെമ്മറി ഹൈറാർക്കി സെപ്പറേറ്റ്സ് കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഇൻ ടു ഹൈറാർക്കി ബേസ്ഡ് ഓൺ റെസ്പോൺസ് ടൈം. ഓക്കെ, അതുപോലെ തന്നെ since response time, complexity and capacity are related, the levels may also be distinguished by their performance and controlling technology. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റോറേജ് ഡിവൈസസിൽ വരുന്നത് നോക്കാം. സ്റ്റോറേജ് ഡിവൈസസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു എ ഹൈറാർക്കി ഓഫ് ലെയേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഡിവൈസുകൾ വരുന്നത്? രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, കേഷേഴ്സ് ഉണ്ട്, മെയിൻ മെമ്മറി, ഡിസ്ക് ഡിവൈസസ്, അതുപോലെ ബാക്കപ്പ് സ്റ്റോറേജ്. ഓക്കെ ഓക്കെ, അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫിഗർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഓൾറെഡി മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ലെവൽ മെമ്മറി ഹൈറാർക്കി വിത്ത് ഇൻക്രീസിങ് കപ്പാസിറ്റി ആൻഡ് ഡിക്രീസിങ് സ്പീഡ് ആൻഡ് കോസ്റ്റ് ഫ്രം ലോ ടു ഹൈ ലെവൽസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ലെവൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലെവൽ 0 എന്ന് പറയുമ്പോൾ രജിസ്റ്റേഴ്സ് ആണ്, ലെവൽ 1 കേഷെ, ലെവൽ 2 മെയിൻ മെമ്മറി, ലെവൽ 3 ഡിസ്ക് സ്റ്റോറേജ്, ലെവൽ 4 ബാക്കപ്പ് സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ ലെവൽ 0 ടു ലെവൽ 4 നോക്കുമ്പോൾ, അതായത് ലോ ടു ഹൈ ലെവൽസ് നോക്കുമ്പോൾ എങ്ങനെയാണ്, അതായത് ഇൻക്രീസ് ഇൻ കപ്പാസിറ്റി ആൻഡ് ആക്സസ് ടൈം. അതുപോലെ നേരെ തിരിച്ച്, അതായത് ലെവൽ 4 ടു ലെവൽ 0, അതായത് ഹൈ ലെവൽസ് ടു ലോ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ കോസ്റ്റ് പെർ ബിറ്റ്. ഓക്കെ, ദെൻ ഇനി നോക്കേണ്ടത് പാരാമീറ്റേഴ്സ് ഓഫ് മെമ്മറി ടെക്നോളജീസ്. Memory technology at each level is characterized by 5 parameters. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് നോക്കേണ്ടത് ആക്സസ് ടൈം, റെപ്രസെന്റ് ചെയ്യുന്നത് TI ആയിട്ടാണ്. ഓക്കെ, it refers to the round trip time from CPU to the ith level memory. Then memory size SI, number of bytes or words in level I. Then cost per byte CI, എന്ന് പറയുന്നത് cost of ith level memory. It is estimated by the product of CI SI. CI എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് പെർ ബൈറ്റ്, SI മെമ്മറി സൈസ്. ഓക്കെ, ദെൻ ബാൻഡ് വിഡ്ത്ത് BI എന്ന് പറയുന്നത് it refers to the rate at which information is transferred between adjacent levels. Then unit of transfer XI refers to the grain size for data transfer between ലെവൽസ് I and ലെവൽ I+1. ഇങ്ങനെയാണ് 5 പാരാമീറ്റേഴ്സ് വരുന്നത്. ദെൻ അനാലിസിസ് ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ 5 പാരാമീറ്റേഴ്സ് പറഞ്ഞു. ആക്സസ് ടൈം, മെമ്മറി സൈസ്, കോസ്റ്റ് പെർ ബൈറ്റ്, ബാൻഡ് വിഡ്ത്ത്, ദെൻ യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ, ഇനി നോക്കേണ്ടത് മെമ്മറി ഡിവൈസസ് അറ്റ് എ ലോവർ ലെവൽ ആർ. അപ്പോൾ ഓരോ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കാം. ഫസ്റ്റ് പാരാമീറ്റർ എന്തായിരുന്നു? ആക്സസ് ടൈം ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ പാരാമീറ്റർ വെച്ച് നോക്കുമ്പോൾ ലോവർ ലെവലിൽ വരുന്ന മെമ്മറി ഡിവൈസുകളൊക്കെ എങ്ങനെയായിരുന്നു, അതായത് ഫാസ്റ്റർ ആണ് അല്ലേ, ഫാസ്റ്റർ ടു ആക്സസ്. അടുത്ത പാരാമീറ്റർ എന്താ? മെമ്മറി സൈസ്. അപ്പോൾ ലോവർ ലെവലിൽ വരുന്ന മെമ്മറി ഡിവൈസുകളുടെ സൈസ് എങ്ങനെയായിരുന്നു? സ്മോളർ ആണ് അല്ലേ, സ്മോളർ ഇൻ സൈസ്. ഇനി അടുത്ത പാരാമീറ്റർ എന്താ? കോസ്റ്റ് പെർ ബൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫിഗറിൽ, അതായത് 4 ലെവൽ ഹൈറാർക്കി റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിൽ തന്നെ പറഞ്ഞിരുന്നത് എന്താ, അതായത് ലോവർ ലെവലിൽ വരുന്ന മെമ്മറി ഡിവൈസുകളൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ, അപ്പോൾ മോർ എക്സ്പെൻസീവ് പെർ ബൈറ്റ്. ദെൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഹയർ ബാൻഡ് വിഡ്ത്ത്. ദെൻ ലാസ്റ്റ് പാരാമീറ്റർ എന്തായിരുന്നു? യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ. അപ്പോൾ ഇവിടെ സ്മോളർ യൂണിറ്റ്സ് ഓഫ് ട്രാൻസ്ഫർ ആസ് കമ്പയർഡ് വിത്ത് ഹയർ ലെവൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് അനാലിസിസ് ഓഫ് പാരാമീറ്റേഴ്സ്. ഓക്കെ, മെമ്മറി ഹൈറാർക്കി. അപ്പോൾ 4 ലെവൽ മെമ്മറി ഹൈറാർക്കി റെപ്രസെന്റേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന ഓരോ സ്റ്റോറേജ് ഡിവൈസിനെ പറ്റിയിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് രജിസ്റ്റേഴ്സ്. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവാം? പ്രോസസ്സേഴ്സിലാണ് അല്ലേ. രജിസ്റ്റേഴ്സ് ആർ പാർട്ട് ഓഫ് ദി പ്രോസസ്. ദെൻ കമ്പൈലർ ഡസ് ദി രജിസ്റ്റർ അസൈൻമെന്റ്. അതുപോലെ രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ, അതെന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പ്രോസസ്സറാണ് കൺട്രോൾ ചെയ്യുന്നത്.
transfer is conducted at processor speed in 1 clock cycle. Then അടുത്ത ഡിവൈസ് എന്താ caches ആണ്. അപ്പോൾ ലെവൽ 0 കഴിഞ്ഞു, ഇനി ലെവൽ 1 എന്ന് പറയുമ്പോൾ caches ആണ്. Multi-level caches are built either on processor chip or on the processor board. They are controlled by MMU, അതായത് Memory Management Unit. Okay, MMU and are programmer transparent. Then they are implemented in one or multiple levels. Speed of processor is faster than memory speed. Okay. Then next level എന്ന് പറയുന്നത് main memory ആണ്. Also called primary memory, larger than the cache. Implemented by cost-effective RAM chips like DDR, SDRAM. Managed by MMU with operating system. Okay. Next എന്താ വരുന്നത്? Next level എന്ന് പറയുന്നത് disk drive. അപ്പോൾ അവിടെ disk storage is the highest level of online memory. Okay. Hold system programs like OS, compilers, user programs and dataset. Then last level എന്ന് പറയുന്നത് backup storage ആണ്. അപ്പോൾ അതിൽ വരുന്നത് optical disk and magnetic tap. അപ്പോൾ എന്ന് പറയുന്നത് ഒരു ഓഫ്ലൈൻ മെമ്മറി ആണ്. They are offline memory. അതുപോലെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Used for archival and backup storage. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? അതായത് present and past user programs-ന്റെ copies ഒക്കെ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. Okay. They hold copies of present and past user programs അതുപോലെ processed result and files. Then ഇതിലൊരു ടേബിൾ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് memory characteristics of a typical mainframe computer in 1993. Okay. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. അപ്പോൾ മെമ്മറി ലെവൽ characteristics എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? അതായത് ഡിവൈസ് ടെക്നോളജി, ആക്സസ് ടൈം, കപ്പാസിറ്റി, കോസ്റ്റ്, ബാൻഡ്വിഡ്ത്ത്, യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ, അലോക്കേഷൻ മാനേജ്മെന്റ്, അതൊക്കെയാണ് മെമ്മറി ലെവൽ characteristicsൽ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 4 ലെവൽസ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഓരോ ലെവലിന്റെയും മെമ്മറി ലെവൽ characteristics ആണ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ. ഓക്കെ, ഇനി നോക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് മെമ്മറി ഹൈറാർക്കി. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ബേസിക് ആയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും മുന്നേ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കേണ്ടത് പ്രോപ്പർട്ടീസ് ആണ്. സോ ഇൻഫോർമേഷൻ സ്റ്റോർഡ് ഇൻ മെമ്മറി ഹൈറാർക്കി M1, M2, M3, up to Mn. ഓക്കെ, സാറ്റിസ്ഫൈ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ്? 3 പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി, coherence property, locality property. Okay, ഇതില് cache is considered as innermost level M1. This communicates with CPU registers directly. Then outermost level Mn അല്ലെ, contains all the information words stored. Okay, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് inclusion property. അപ്പോൾ ഇവിടെ this property implies that M1 subset of M2, subset of M3, subset of M4, അങ്ങനെ ലാസ്റ്റ് എന്താ Mn. അതായത് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? എല്ലാ ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റോറേജ് ഡിവൈസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കപ്പ് സ്റ്റോറേജ് അല്ലേ? അപ്പോൾ അവിടെ എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ടായിരിക്കും. അതാണ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. Inclusion relationship implies that all information items are originally stored in outermost level Mn. അതായത് ലാസ്റ്റ് ലെവൽ അല്ലേ? outermost level Mn, അതായത് ബാക്കപ്പ് സ്റ്റോറേജിൽ ഉണ്ടായിരിക്കും എല്ലാ ഇൻഫോർമേഷൻസും. All the information will be found in highest level, which is backup storage. Okay, അപ്പോൾ during processing, subset of Mn is copied to Mn-1. Then subset of Mn-1 are copied to Mn-2 and so on. If an information is found in Mi, then copies of the same word is found in all upper levels. അല്ലേ? അതായത് Mi+1, Mi+2 അങ്ങനെ Mn. Then, however, word in Mi+1 may not be found in Mi. അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? വേർഡ് മിസ് എന്ന് പറയുന്നത്. അതായത് വേർഡ് മിസ് ഇൻ Mi, അതായത് വേർഡ് ഈസ് മിസ്സിംഗ് ഫ്രം ഓൾ ഇറ്റ്സ് ലോവർ ലെവൽസ്. ഓക്കെ, അപ്പൊ അതാണ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. Then ഇനി നോക്കേണ്ടത് യൂണിറ്റ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ അറ്റ് ഈച്ച് ലെവൽ. അതില്
Unit of data transfer between CPU and cache. Words. ഒരു word എന്ന് പറയുന്നത് എങ്ങനെയാ? അതായത് 4 or 8 bytes. Then cache M1 is divided into cache blocks. അതിലെ ഓരോ blocks എന്ന് പറയുന്നത് 32 bytes ആണ് വരുന്നത്. Unit of transfer between cache and main memory blocks. ഇനി main memory is divided into pages. അതിലെ ഓരോ പേജും 4 KB. Unit of data transfer between main memory and disk pages. Okay. ഇനി disk memory is organized as segments. അപ്പോൾ അതിന്റെ size of segments എന്ന് പറയുന്നത് user needsനനുസരിച്ച് എന്തിരിക്കും vary ചെയ്യും. അതുപോലെ unit of data transfer between disk and backup storage എങ്ങനെയാണ് segments. Okay. Okay. അപ്പോൾ അതിന്റെ representation ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ CPU registers, then M1 എന്ന് പറയുന്നത് cache, M2 main memory, M3 disk storage, M4 backup storage. അപ്പോൾ അതിൽ ഫസ്റ്റ് എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് CPU അല്ലേ? അതായത് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ CPU ആൻഡ് cache അല്ലേ? അതായത് cache എന്ന് പറയുമ്പോൾ എങ്ങനെയാ ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? cache ബ്ലോക്സ് ആണ്. അപ്പോൾ അതിലെ ഓരോ ബ്ലോക്സ് എന്ന് പറയുന്നത് 32 bytes ആണ്. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ CPU ആൻഡ് cache എന്ന് പറയുമ്പോൾ അവിടുത്തെ യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ എങ്ങനെയാ? വേർഡ് ആയിട്ടാണ് അസസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത് access by word. അപ്പോൾ വേർഡ് എന്ന് പറയുമ്പോൾ ഒരു വേർഡ് എന്ന് പറയുന്നത് 4 bytes ആണ് അല്ലേ? access by word 4 bytes from a cache block of 32 bytes such as block A. ഓക്കെ, അതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അതായത് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ cache ആൻഡ് മെയിൻ മെമ്മറി അല്ലേ? അപ്പോൾ മെയിൻ മെമ്മറിയിൽ എങ്ങനെയാണ്? അതായത് പേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓരോന്നും പേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബിറ്റ്വീൻ cache ആൻഡ് മെയിൻ മെമ്മറി ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് യൂണിറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എങ്ങനെയാ? ബ്ലോക്ക് ആയിട്ടാണ് അല്ലേ? അപ്പോൾ access by block. Access by block 32 bytes from a memory page of 32 blocks of 1 KB, such as block B from page B. Okay. ഇതാണ് അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വരുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ മെയിൻ മെമ്മറി ആൻഡ് ഡിസ്ക് സ്റ്റോറേജ് അല്ലേ? ഇവിടെ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ എങ്ങനെയാണ്? ബൈ പേജ് അല്ലേ? അപ്പോൾ access by page അതായത് 1 KB from a file consisting of many pages such as page A and page B in segment F. അപ്പോൾ ഡിസ്ക് സ്റ്റോറേജിൽ എങ്ങനെയാ? സെഗ്മെന്റ്സ് ആയിട്ടാണ് അല്ലേ? സെഗ്മെന്റ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ്? അതായത് പേജ് A ഉണ്ട്, പേജ് B ഉണ്ട്, അതെന്ന് പറയുന്നത് സെഗ്മെന്റ് Fലാണ് ഉള്ളത്. ഇവിടെ മെയിൻ മെമ്മറി ഡിസ്ക് സ്റ്റോറേജിൽ നിന്ന് എങ്ങനെയാണ് അക്സസ് ചെയ്യുന്നത്? പേജ് ആയിട്ടാണ് അക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്നത് ലാസ്റ്റ് എന്താ? ബാക്കപ്പ് സ്റ്റോറേജ് ആണ്. അപ്പോൾ ഇനി വരുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഡിസ്ക് സ്റ്റോറേജ് ആൻഡ് ബാക്കപ്പ് സ്റ്റോറേജ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എങ്ങനെയാ? യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സെഗ്മെന്റ് ആയിട്ടാണ് അല്ലേ? സെഗ്മെന്റ് ട്രാൻസ്ഫർ വിത്ത് ഡിഫറെന്റ് നമ്പർ ഓഫ് പേജസ്. അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സെഗ്മെന്റുകളാണ്, സെഗ്മെന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, then next property എന്ന് പറയുന്നത് coherence property. ഇവിടെ എന്ന് പറയുമ്പോൾ this property state that copies of same information item at successive memory levels must be consistent. അതായത് ഇപ്പോൾ ഒരു cacheയിലെ ഇപ്പോൾ ഒരു വേർഡ് എന്ന് പറയുന്നത് മോഡിഫൈ ചെയ്തു. അപ്പോൾ ആ സെയിം വേർഡിന്റെ കോപ്പീസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? ബാക്കിയുള്ള ലെവൽസ് ഉണ്ടായിരിക്കുക അല്ലെ? അതിന്റെ ഹയർ ലെവൽസിൽ സെയിം വേർഡിന്റെ കോപ്പീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു cacheയിൽ ഇപ്പോൾ ആ ഒരു വേർഡിന്റെ മോഡിഫിക്കേഷൻ സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ എല്ലാ കോപ്പീസിലും അതായത് ബാക്കിയുള്ള ഹയർ ലെവൽസിൽ എല്ലാത്തിലും എന്ത് ചെയ്യണം? ആ മോഡിഫിക്കേഷൻ കൊണ്ടുവരണം. ഓക്കെ, അതാണ് പറയുന്നത്. If a word is modified in cache, the copies of that word must be updated immediately or eventually at all higher levels. Okay, ഇവിടെ two strategies for maintaining coherence. First എന്താണ്? Write through. അതുപോലെ രണ്ടാമത് പറയുന്നത് റൈറ്റ് ബാക്ക്. രണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റൈറ്റ് ത്രൂ.
This strategy demands immediate update in mi+1 if a word is modified in mi for I equal to 1, 2 up to n-1. For mi ഒരു word modification സംഭവിച്ചു. For mi+1 immediate update വരണം. Okay. Then, write back. It delays the update in mi+1 until the word being modified in mi is replaced or removed from mi. അതാണ് write back. The next property എന്ന് പറയുന്നത് locality of reference. എന്താണ് locality of reference? അതായത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ പ്രോസസ്സർ സെയിം സെറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് റിപ്പീറ്റീവ്ലി എന്ത് ചെയ്യാണ് അക്സസ് ചെയ്യാണ്. അങ്ങനെയുള്ള ഒരു ടെൻഡൻസി അതിനെയാണ് എന്ന് പറയുന്നത് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ പ്രോസസ്സർ എന്ത് ചെയ്യാണ് സെയിം സെറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് റിപ്പീറ്റീവ്ലി എന്ത് ചെയ്യുന്നു അക്സസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. The memory hierarchy was developed based on a program behavior known as locality of reference. Memory references are generated by the CPU for either instruction or data access. These accesses tends to be clustered in certain regions in time, space and ordering. ഒരു പ്രോഗ്രാമിന്റെ കേസ് എടുക്കുമ്പോൾ program spent 90% of execution time only in 10% of code. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് innermost loop of a nested loop operation. Then there are 3 dimensions of the locality property. എന്തൊക്കെയാണ്? temporal, spatial and sequential. During the lifetime of a software process, a number of pages are used dynamically. Okay. ഇതൊക്കെയാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസിൽ വരുന്നത്. എന്താണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പം അതിൽ തന്നെ 3 കാര്യങ്ങളാണ് വരുന്നത്. അതായത് ടെമ്പറൽ ഉണ്ട്, സ്പേഷ്യൽ ആൻഡ് സീക്വൻഷ്യൽ. ഇനി അത് ഓരോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഡ്യൂറിങ് ദി ലൈഫ് ടൈം ഓഫ് ആൻ സോഫ്റ്റ്വെയർ പ്രോസസ് എന്താണ് ദി നമ്പർ ഓഫ് പേജസ് യൂസ് ഡൈനാമിക്കലി അല്ലേ. അപ്പോൾ ദീസ് റെഫറൻസസ് ടു ദീസ് പേജസ് വാരി ഫ്രം ടൈം ടു ടൈം. ഹവർ they follow certain access patterns. അപ്പോൾ അതാണ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്ന് പറയുന്നത് മെമ്മറി റെഫറൻസ് പാറ്റേൺസ് ഇൻ ടിപ്പിക്കൽ പ്രോഗ്രാം ട്രേസ് എക്സ്പെരിമെന്റ്സ്. ഇവിടെ റീജിയൻ ABC ഓക്കെ ജനറേറ്റഡ് വിത്ത് ദി എക്സിക്യൂഷൻ ഓഫ് 3 സോഫ്റ്റ്വെയർ പ്രോസസ്സസ്. ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. So these memory reference patterns are caused by the following locality properties. അതിൽ ഫസ്റ്റ് വരുന്നത് ടെമ്പറൽ ലൊക്കാലിറ്റി. ഇവിടെ എന്ന് പറയുമ്പോൾ റീസെൻ്റ്ലി റെഫറൻസ് ചെയ്ത ഐറ്റംസ് തന്നെ വീണ്ടും അഗെയിൻ ആൻഡ് അഗെയിൻ എന്ത് ചെയ്യാണ് റെഫറൻസ് ചെയ്യാണ്. ഓക്കെ, റീസെൻ്റ്ലി റെഫറൻസ്ഡ് ഐറ്റംസ് ആർ ലൈക്ലി ടു ബി റെഫറൻസ് അഗെയിൻ ഇൻ നിയർ ഫ്യൂച്ചർ. ദിസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു പ്രോഗ്രാം കൺസ്ട്രക്ട് ലൈക്ക് ഐട്രേറ്റീവ് ലൂപ്സ് അതുപോലെ സബ് റൂട്ടീൻസ്. വെൻ എ ലൂപ്പ് ഈസ് എൻകൗണ്ടർഡ്. ഓക്കെ, അതുപോലെ തന്നെ സബ് റൂട്ടീൻ ഈസ് കോൾഡ്. അപ്പോൾ സബ് റൂട്ടീൻ കോൾ ചെയ്യുമ്പോൾ എന്താ, അതായത് ഒരു സ്മോൾ കോഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു റെഫറൻസ് റിപ്പീറ്റഡ്ലി. ഓക്കെ, അപ്പോൾ അതാണ് ടെമ്പറൽ ലൊക്കാലിറ്റി. ടെമ്പറൽ ലൊക്കാലിറ്റി ടെൻഡ്സ് ടു ക്ലസ്റ്റർ ദി ആക്സസ് ഇൻ റീസെൻ്റ്ലി യൂസ്ഡ് ഏരിയാസ്. ദെൻ ഇനി വരുന്നത് സ്പേഷ്യൽ ലൊക്കാലിറ്റി. എന്താണ് സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഇഫ് എ പർട്ടിക്കുലർ സ്റ്റോറേജ് ലൊക്കേഷൻ ഈസ് റെഫറൻസ്ഡ് അറ്റ് എൻ പർട്ടിക്കുലർ ടൈം. ഓക്കെ, അതായത് സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് റെഫറൻസ് ചെയ്യുന്നത്. This refers to the tendency for a process to access items whose addresses near one another. Okay, അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ operations on tables or arrays involve accesses of a certain clustered area in the address space. Okay, program segments such as routines and macros tend to be stored in same neighborhood of the memory space. ഇതാണ് സ്പേഷ്യൽ ലൊക്കാലിറ്റിയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സീക്വൻഷ്യൽ ലൊക്കാലിറ്റി. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോളോസ് എ സീക്വൻഷ്യൽ ഓർഡർ അൺലെസ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ. ഓക്കെ, ദി റേഷ്യോ ഓഫ് ഇൻ ഓർഡർ എക്സിക്യൂഷൻ ടു ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ ഈസ് റഫ്ലി 5:1. Besides, the access of a large data array also follows in sequential order.
ഇനി നമുക്ക് നോക്കേണ്ടത് മെമ്മറി കപ്പാസിറ്റി പ്ലാനിങ്. അപ്പോൾ അതിൽ പെർഫോമൻസ് ഓഫ് എ മെമ്മറി ഹൈറാർക്കി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇഫക്റ്റീവ് ആക്സസ് ടൈം ടെഫ്. ഓക്കെ, ടെഫ് ഡിപ്പെൻഡ്സ് ഓൺ ഹിറ്റ് റേഷ്യോ, അതുപോലെ ആക്സസ് ഫ്രീക്വൻസീസ് ഓഫ് സക്സസീവ് ലെവൽസ്. ഹിറ്റ് റേഷ്യോ, അപ്പോൾ ഹിറ്റ് അതുപോലെ മിസ്, ഈ രണ്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത് മുന്നുള്ള സെമിസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. It is a concept defined for any two adjacent level of memory hierarchy. അതിൽ when an item is found in MI, hit, otherwise miss. അല്ലേ? Hit ratio HI at MI is the probability that an item is found at MI. Miss ratio is defined as 1 minus HI. Then access frequency. Access frequency to MI is defined as the probability of successfully accessing MI when there are I-1 misses at lower levels. അതുപോലെ a hit at MI. Fi equal to 1 minus H1, 1 minus H2 and 1 minus Hi minus 1 into Hi. Access frequency decreases from lower to high levels. അതാണ് കൊടുത്തിരിക്കുന്നത്. This implies that inner levels of memory are accessed more often than outer levels. അതാണ് access frequency. Then next വരുന്നത് effective access time. അപ്പോൾ our aim is to achieve high hit ratio at MI. എന്തുകൊണ്ടാണ്? അതായത് every time miss occur ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. അതായത് അടുത്ത ഹയർ ലെവൽ മെമ്മറി അക്സസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ബിക്കോസ് വെൻ എൻ മിസ് ഒക്കർ പെനാൽറ്റി മസ്റ്റ് ബി പെയ്ഡ് ടു ആക്സസ് ഹയർ ലെവൽ ഓഫ് മെമ്മറി. അപ്പം അതിൽ മിസ്സസ് ഇൻ കേഷെ അതിനാണ് എന്ത് പറയുന്നത്? ബ്ലോക്ക് മിസ്സസ് എന്ന് പറയുന്നത്. ദെൻ മിസ്സസ് ഇൻ മെയിൻ മെമ്മറി പേജ് ഫോൾട്ട്. എന്തുകൊണ്ടാണ്? കാരണം കേഷെ മെമ്മറി അതിൽ രണ്ടിലെയും ഡാറ്റ ട്രാൻസ്ഫർ യൂണിറ്റ് എന്ന് പറയുന്നത് കാഷയിൽ ബ്ലോക്കും അതുപോലെ മെയിൻ മെമ്മറിയിൽ എന്താ പേജും ആണ് അല്ലേ? Then time penalty for page fault is longer than block miss because T1 less than T2 less than T3. Cache miss is 2 to 4 times costly than cache hit. അതുപോലെ page fault is 1000 to 10,000 times costly than page hit. So TEF equal to ഇവിടെ കൊടുത്തിട്ടുള്ളത് sum of I equal to 1 to n ആണ് കേട്ടോ. Fi into Ti. Okay, equal to H1 T1 plus 1 minus H1 into H2 T2 plus 1 minus H1 into 1 minus H2 H3 T3 plus that 1 minus H1 into 1 minus H2 1 minus Hn minus 1 into Tn. Okay. TEF depends on program behavior and memory choices. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കാം. Then hierarchy optimization. So total cost of memory hierarchy is C total. അപ്പോൾ എങ്ങനെ കാണുക? C total equal to sum of I equal to 1 to n Ci into Si. അപ്പോൾ Ci Si എന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കിയുള്ളതാണ്. Ci എന്ന് പറയുന്നത് എന്താ? കോസ്റ്റ് പെർ ബൈറ്റ്. അതുപോലെ Si എന്ന് പറയുന്നത് മെമ്മറി സൈസ് അല്ലേ? This implies that cost is estimated over n levels. Ci and Si depends on Ti at each level. Okay friends, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ മൊഡ്യൂൾ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇതുപോലെ PPT പ്രസൻറ്റേഷൻ ആയിട്ടല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഒരു 4-5 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചില ടോപ്പിക്കുകൾ, അതായത് മുന്നെടുത്തുള്ള ടോപ്പിക്സ് തന്നെ വീണ്ടും PPT പ്രസൻറ്റേഷൻ വെച്ചിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റുകളും മൊഡ്യൂൾസ് വെച്ചിട്ടാണ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.